നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 3-5 ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം. ആവേശകരമായ ഒരു മത്സരമായിരുന്നു നടന്നിരുന്നത്. അടിയും തിരിച്ചടിയും കണ്ട മത്സരം എക്സ്ട്രാ ടൈമിന് ശേഷമാണ് അവസാനിച്ചത്. അധിക സമയത്ത് 2 ഗോളുകൾ നേടിക്കൊണ്ട് റയൽ മാഡ്രിഡ് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ഡാനി കാർവഹൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ സെമി ഫൈനൽ മത്സരം നടന്നിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ അൽ നസറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബാണ് അൽ നസർ. നമുക്കറിയാം റയൽ മാഡ്രിഡിന്റെ ലെജൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത്ലറ്റിക്കോ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട എതിരാളിയായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അദ്ദേഹം ആകെ 37 മത്സരങ്ങൾ കളിച്ചപ്പോൾ 25 ഗോളുകളും 9 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. എടുത്തു പറയേണ്ട കാര്യം, ഇന്നലത്തെ മാഡ്രിഡ് ഡെർബി വീക്ഷിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അഥവാ ക്രിസ്ത്യാനോയുടെ ബോക്സിലായിരുന്നു അദ്ദേഹം ആ ഒരു ഗാലറിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ നേരത്തെ റയൽ മാഡ്രിഡ് അക്കാദമിയുടെ ഭാഗം കൂടിയായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. റയലിനെ പിന്തുണക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയോ മറ്റുള്ള കുടുംബാംഗങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഫൈനലിൽ ആരായിരിക്കും എതിരാളി എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഒസാസുന, FC ബാഴ്സലോണ എന്നിവർ തമ്മിൽ ഒരു സെമി ഫൈനൽ മത്സരം കളിക്കുന്നുണ്ട്. അതിലെ വിജയികളെയാണ് റയൽ മാഡ്രിഡ് കലാശ പോരാട്ടത്തിൽ നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.